ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 25,000 രൂപയ്ക്ക് താഴെ ഒരു കിഡിലൻ ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് പറയാനുള്ള ഒരു ഉത്തരമാണ് മോട്ടറോള എഡ്ജ് 40 നിയോ. ഞാനിത് ഏകദേശം 1.5 ആഴ്ചത്തോളമായിട്ട് ഉപയോഗിക്കുന്നു. ഈ ഒരു ഉപയോഗത്തിൽ എനിക്ക് ഇവനൊരു പേരിടാൻ പറ്റിയത് എന്താണെന്നറിയോ? 2023 ദി ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോൺ. ഒരു പക്ഷേ ഇതിനേക്കാൾ നല്ല ഫോൺ ഇനിയും ഇറങ്ങുമായിരിക്കാം, എന്നിരുന്നാലും ഇപ്പോഴത്തേക്ക് ഇവനാണ് ദി ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോൺ ഓഫ് ദി 2023. എനിവേ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഈ ഒരു 1.5 ആഴ്ചത്തെ എല്ലാ യൂസർ എക്സ്പീരിയൻസും കവർ ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ഫോണിൻ്റെ വിശേഷം പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീല് അത് പറയാതെ പറ്റില്ല. കിഡിലൻ എന്ന് പറഞ്ഞാണ്ടല്ലോ, കിഡിലൻ. കയ്യിൽ നമ്മളുടെ ഈ ഒരു കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നത് അറിയത്തേ ഇല്ല. സൂപ്പറായിട്ടുള്ള നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു ഇൻഹാൻഡ് ഫീലാണ് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നത്. ഇത് 170 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ആണ്, ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്, ഫ്രണ്ടിൽ ഗോറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്പീക്കറിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ USB Type C ചാർജിങ് പോർട്ട് കാണാൻ പറ്റും, സിം ട്രേ കാണാൻ പറ്റും. വോളിയം റോക്കേഴ്സ് നമുക്ക് ഈ രണ്ട് സൈഡിൽ ആയിട്ട് കാണാൻ പറ്റും. പവർ ബട്ടണും അവിടെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ പവർ ബട്ടൻ്റെ പ്ലേസ്മെൻറ്റും കിഡിലൻ തന്നെയാണ്. സോ ഓവറോൾ മേക്ക് ബാക്ക് പ്ലാസ്റ്റിക് ആണെങ്കിലും നമ്മളുടെ ഫിംഗർ പ്രിൻറ്റോ അഴുക്കോ ഒന്നും പിടിക്കുന്ന ടൈപ്പല്ല. നല്ല മിനുസുള്ള ഒരു കിഡിലൻ മേക്ക് തന്നെയാണ് ബാക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ റേറ്റിംഗും കൊടുത്തിട്ടുണ്ട്. സോ കിഡിലൻ മേക്കാണ് കേട്ടോ. ആ ഒരു കാര്യത്തിൽ 100ൽ 100 മാർക്ക് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയിലോട്ട് വന്നു കഴിഞ്ഞാൽ കിഡിലൻ ഡിസ്പ്ലേ, അതായത് 25,000 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഫോണുകളിലൊക്കെ വരുന്ന ഒരു ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതിൽ ദി ബെസ്റ്റ് എന്ന് പറയേണ്ടതായിട്ട് വരും. iQC7 പ്രോയിലും നല്ലൊരു ഡിസ്പ്ലേ തന്നെയായിരുന്നു കേട്ടോ. അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ iQC7 പ്രോയുടെ കുറച്ചും കൂടി ബ്രൈറ്റർ ആണ്, കളറൊക്കെ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന പോലെ തോന്നി. ഇതൊന്ന് ഇച്ചിരി എന്താ പറയുക, ഫ്ലാറ്റ് ആയിട്ട് നല്ല വെൽ ടോൺഡ് ആയിട്ടുള്ള പോലെ തോന്നി. ഇതിൽ കൊടുത്തിരിക്കുന്നത് 6.5 ഇഞ്ച് വരുന്ന POLED പാനലാണ്. 144 ഹെർട്സ് വരെ റിഫ്രഷ് റേറ്റ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ 1 to 120 ഹെർട്സ് വരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 60 ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ 120 ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇടാം. ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ 1 to 120 വരുള്ളൂ. 144 ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു UIയിലൊക്കെ നല്ല പോലെ എന്താ പറയുക, ഒഴുകി നടക്കും ഫോണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയും അതേപോലെ തന്നെ ഒഴുകി നടക്കും. ഇതൊരു കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ആക്സിഡൻ്റൽ ടച്ചസിനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഈ ഒരു എന്താ പറയുക 1.5 ആഴ്ചയ്ക്കുള്ളിൽ ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഗോസ്റ്റ് ടച്ചിൻ്റെ ഫീൽ എനിക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. X23 അൾട്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു പ്രോബ്ലമാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. അതാണ് അത്രയും വലിയ ഡിസ്പ്ലേയും കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ആ ഒരു എഡ്ജസ്റ്റിൽ തട്ടിയിട്ട് ആക്സിഡൻ്റൽ ആക്ടിവിറ്റീസ് നല്ല പോലെ ഉണ്ടായിരുന്നു. ഇതിൽ ഒരു തവണ പോലും എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല. 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വെയിലിൻ്റെ ഡയറക്റ്റ് എന്താ പറയുക, ചുട്ടുപൊള്ളുന്ന വെയിലിൻ്റെ അടിയിൽ നിന്നാൽ പോലും നമുക്ക് ഈ ഫോണിലുള്ള കണ്ടൻറ്റ് കാണാനും വായിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഏത് ആംഗിളിൽ നിന്നിട്ടും കാണാനായിട്ട് സാധിക്കും. HDR 10+ൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് HDR കണ്ടൻറ്റ് കാണാനായിട്ട് സാധിക്കും. നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ നല്ല രീതിക്ക്, ആമസോൺ ആയാലും ഹോട്ട്സ്റ്റാർ ആണെങ്കിലും ആ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് അടിപൊളി തന്നെയാണ്. ഇതിൽ ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ ഇരുന്ന് കാണുമ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളൊക്കെ എത്തുമ്പോഴേക്കും തല ചെറുതായിട്ട് കണ്ണിൻ്റെ പുറകുവശം ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട്. മേ ബി ഒരു ഡിസ്പ്ലേയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ആയിരിക്കാം. അതിപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് വേറെ നിർവാഹമില്ലല്ലോ. എനിവേ, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി, അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇതിൻ്റെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ലൗഡർ ആയിട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു പരപര സൗണ്ടൊന്നുമില്ല, വെൽ ടോൺഡ് ആണ്. ഡോൾബി അറ്റ്മോസിൻ്റെ ആ ഒരു ടോണിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. ഓഡിയോ ജാക്ക് 3.5 mm ഓഡിയോ ജാക്ക് വരുന്നില്ല. നമുക്കൊരു സാമ്പിൾ ഒന്ന് കേട്ട് നോക്കി കഴിഞ്ഞാൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിൽ നിന്നും വരുന്ന സൗണ്ട് കിഡിലൻ തന്നെയാണ്. ഒരു തരത്തിലുള്ള ഒരു പ്രശ്നമില്ല, നല്ല ലൗഡറാണ്. എന്നാൽ ഒത്തിരി നമുക്ക് ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു സൗണ്ടും അല്ല. സോ അതാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ്. മൾട്ടിമീഡിയ ആ ഒരു ഏരിയയിൽ ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റും പറയാനില്ല. പ്രത്യേകിച്ച് ഈ കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമ്മൾ സിനിമ ഒക്കെ കാണുമ്പോൾ ആ ഒരു ഇൻഫിനിറ്റി ഫീല്, നമുക്ക് അങ്ങനെ ഒഴുകി കിടക്കുന്ന ആ ഒരു ഫീല്, നമുക്ക് പണ്ടത്തെ ആ ഒരു സാംസങ്ങിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു. അവർ ഫോൺ വിൽക്കുമ്പോൾ ആ ഒരു ഡിസ്പ്ലേനെ കുറിച്ച് പറഞ്ഞിരുന്നായിരുന്നു, ഇൻഫിനിറ്റിയോ ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ, മീഡിയാടെക് ഡിമെൻസിറ്റി 7030 എന്ന് പറയുന്ന പുതിയൊരു പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു 6 നാനോമീറ്ററിൽ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. അത്യാവശ്യം നമുക്ക്
ഗെയിമൊക്കെ കളിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പബ്ജി HDR അൾട്രയിൽ കളിക്കാൻ പറ്റും, അസോൾട്ട് ലെജൻഡൊക്കെ കളിക്കാൻ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. യാതൊരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഇതൊരു ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് ഫോണല്ല. അതിന് നമുക്ക് IQ Z7 Pro പോലുള്ള ഫോണുകൾ വേറെ ഉണ്ട്, ഡെഡിക്കേറ്റഡ് കൂളിംഗ് ചാമ്പറൊക്കെ വെച്ചിട്ടുള്ള ഫോണുകളുണ്ട്. മോട്ടോറോള ഫോണുകൾ അങ്ങനെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടില്ല. എന്നിരുന്നാലും ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റൊന്നുമില്ല, പക്ഷെ ചെറിയ രീതിക്ക് വാം ആവുന്നുണ്ട് ഫോൺ. അത് ആ കേസ് ഇടുമ്പോൾ നമുക്കറിയില്ല, കേസ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ വാം ആവുന്നത് അറിയാനായിട്ട് വരും. ഹീറ്റ് ആവുന്നില്ല കേട്ടോ, ഹീറ്റ് ആവുന്നില്ല, അത് പ്രത്യേകം എടുത്ത് പറയണം. ഹീറ്റ് ആയത് എപ്പോഴാണെന്ന് അറിയോ? VN ആപ്ലിക്കേഷനിൽ ഞാനൊരു 4K വീഡിയോ ഔട്ട് എടുത്തപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രണ്ടും ബാക്കും അത്യാവശ്യം നല്ല രീതിക്ക് ചുട്ടുപഴുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. വേറെ തരത്തിലുള്ള ഇപ്പോൾ ഗെയിം കളിക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നോർമൽ ഹീറ്റിംഗ് ഇഷ്യൂ തന്നെ വന്നിട്ടുള്ളൂ. സോ ഇതൊരു ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് ഫോണല്ല, അതും കൂടി ഒന്ന് മനസ്സിൽ വെക്കുക. ആ ഒരു രീതിക്ക് നമുക്ക് കളിക്കാൻ പറ്റും. 10,000 രൂപയ്ക്ക് താഴെ ഫോൺ എടുത്താലും ഗെയിമൊക്കെ കളിക്കാൻ പറ്റും, ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഇതിൽ 25,000 രൂപയ്ക്ക് താഴെ പുതിയൊരു പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് മാത്രം. പക്ഷേ ഗെയിമിങ്ങിൻ്റെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു ഫുൾ ഫീലോട് കൂടിയിട്ട് ആ എക്സ്പീരിയൻസോട് കൂടി കളിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ IQൻ്റെ ഫോണുകൾ, കാരണം വൈബ്രേഷനൊന്നും അത്ര സുഖമൊന്നുമില്ല. സോ അതാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ Android 13 ആണ് വന്നിരിക്കുന്നത്. അതിൽ തിങ്ക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ ഫേസ് അൺലോക്കും അതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് അൺലോക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല സ്പീഡായിട്ട് തന്നെ, എടുത്ത് പറയേണ്ടത് ഫിംഗർ പ്രിൻറ്റ് അൺലോക്കാണ്, വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫേസ് അൺലോക്കും മോശമാണെന്നല്ല പറയുന്നത്, രണ്ടും നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അടിപൊളിയാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള കുറ്റവും പറയാനില്ല, ഓക്കെയാണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് തന്നിരുന്നുണ്ടെങ്കിലും ഇവിടെ ഇതിലോട്ട് വരുമ്പോഴും ഒരു തരത്തിലുള്ള ബ്ലോട്ട് വയറോ ഒരു തരത്തിലുള്ള ആഡ്സോ റെക്കമെൻഡേഷനോ ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ പെർഫോമൻസിനെ കംപ്ലീറ്റ്ലി ബൂസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ OS ആണെന്ന് പറയേണ്ടി വരും. എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി എനിക്കെന്നല്ല പലരും OnePlus ഫോണുകൾ ഒരിക്കൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ആരും മറക്കില്ല. ഈവൻ സാംസങ്ങിന് പോലും ആ ഒരു ക്ലീൻ എക്സ്പീരിയൻസ് തരാനായിട്ട് സാധിക്കില്ല. മോട്ടറോള ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് മോട്ടറോള ഫോൺ ഞാൻ പലപ്പോഴും എടുത്തിട്ടുള്ളത്, പക്ഷേ നിരാശയായിരുന്നു. ഇതിലോട്ട് വരുമ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ ആ ഐക്കൺ പാക്കും ആ ഒരു റിഫൈൻ ചെയ്ത് ആ ഒരു ഒഴുക്കും എല്ലാ കാര്യങ്ങളും കിഡിലനായിട്ട് മോട്ടറോള ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു OnePlusനെ ആ ഒരു മിസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് OnePlusനെ വിട്ടു. ആ ഒരു മിസ്സിങ് ശരിക്കും ഈ ഒരു ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ ഒഴിവായി എന്നുള്ളതാണ്. ഇതിൻ്റെ പെർഫോമൻസിലും ഇതിൻ്റെ OSലും എനിക്ക് പറയാനുള്ളത്. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, നല്ല അടിപൊളി കിഡിലൻ. 2 വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മോട്ടറോള ഇതിന് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ Android 13 ആണ്, 14ഉം 15ഉം കൂടി കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും അതേപോലെ തന്നെ 13 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് റിയർ സൈഡിൽ. ഡുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കളറൊക്കെ ഉള്ള നല്ല എന്താ പറയുക ജീവനുള്ള ഫോട്ടോസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മോട്ടോറോളയുടെ സൈഡിൽ നിന്ന്. നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സാമ്പിൾ കാണാനായിട്ട് സാധിക്കും. ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിലും നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. മുന്നത്തെ ഫോണുകൾ അപേക്ഷിച്ചുകൊണ്ട് നല്ല കിഡിലൻ വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട്. കളറൊക്കെ നല്ല രസമായിട്ട് തന്നെ ആ ഒരു HDR ഡിറ്റക്ഷനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈവൻ പോർട്രേറ്റ് പോലും ആ ഒരു ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് മോട്ടറോള ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഓപ്ഷൻസും കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഡുവൽ ക്യാപ്ചർ എന്ന് പറയുന്ന ഫോട്ടോയിലും വീഡിയോയിലും, അതായത് വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് ഫ്രണ്ടും ബാക്കും കാണിച്ച് ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ സാധിക്കും. അത് ഫോട്ടോ എടുക്കാനും സാധിക്കും, വീഡിയോ എടുക്കാനും സാധിക്കും. അതേപോലെ തന്നെ ഫോട്ടോ ബൂത്ത് എന്ന് പറയുന്ന പുതിയൊരു സംഭവമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്കെ നന്നായിട്ടുണ്ട്, നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ്. ഈ ഒരു ബഡ്ജറ്റിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മോശം പറയില്ല, നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ്. ഈ ഒരു ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് അറിയാം. നമ്മളിപ്പോൾ ഒരു പോർട്രേറ്റ് എടുത്തിട്ട് ഫോൺ അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുക. പിന്നെ ഗാലറിയിൽ പോകുമ്പോൾ അത് 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോൺ എടുത്തിട്ട് ഗാലറി തുറക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഫോൺ ഓണാക്കി ആ ഫോട്ടോ നോക്കുമ്പോഴാണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുക. ഇനി സെൽഫിയിലോട്ട് വന്നു കഴിഞ്ഞാൽ 32 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ലെൻസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് വീഡിയോ എടുക്കാൻ സാധിക്കും. 25,000 രൂപയ്ക്ക് താഴെ 4Kയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഫോണുകളിൽ ഒന്നാണ് ഇപ്പോൾ മോട്ടറോള എഡ്ജ് 40 എന്ന് പറയുന്നതും. കിഡിലൻ ഔട്ട്പുട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻറ്റി ഷെയ്ക്ക്, ആ ഷെയ്ക്ക് ഓഫ് ചെയ്യാനോ ഓണാക്കാനോ. എന്തിനാ അങ്ങനെ ഒരു ഓപ്ഷൻ മോട്ടറോള അല്ലെങ്കിൽ വേറെ IQയിൽ ഞാൻ കണ്ടു. എന്തിനാ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? വളരെ ഷെയ്ക്കായിട്ട് വളരെ ബ്ലറി ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് ആരും ആഗ്രഹിക്കില്ല, അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാനായിട്ട് ആരും ആഗ്രഹിക്കില്ലല്ലോ. ആ ഒരു ഓപ്ഷന് പകരം സ്റ്റെബിലിറ്റി ഉള്ള ഒരു വീഡിയോസ് അവർക്ക് കൊടുക്കാമല്ലോ. എനിവേ ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉള്ള വീഡിയോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ലാത്ത ആ ഒരു പഴയ ശോകം വീഡിയോസ് തന്നെയാണ് സെൽഫിയുടെ കാര്യത്തിൽ കിട്ടുന്നത്. ഈ ക്യാമറയിൽ 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ആണ്.
ആ ഒരു നോ ഷേക്ക് എന്ന് പറയുന്ന ആ ഒരു ഫെസിലിറ്റി ഉണ്ടല്ലോ, ആ ഒരു ഓപ്ഷൻ ഓണാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഔട്ട്പുട്ടാണ് കിട്ടുക. കുഴപ്പമില്ല കേട്ടോ, ഭയങ്കര നാച്ചുറലായിട്ട് തോന്നുന്നുണ്ട് സ്കിൻ ടോണൊക്കെ. മോൻ്റെ ആണെങ്കിലും എൻ്റെയും അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ട്, കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. ഫോട്ടോസും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ക്യാമറയുടെ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു തരത്തിലുള്ള പ്രശ്നം ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് ഈ ഒരു ബഡ്ജറ്റ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ മോട്ടറോള മുൻകാലം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ കുറ്റം പറയാനായിട്ടില്ല. നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി 5000 mAh ഒരു ബാറ്ററിയാണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത്. 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ചാർജർ അഡാപ്റ്റർ നമുക്ക് ബോക്സിൽ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസത്തെ യൂസിന് ഓക്കെ, രണ്ടാമത്തെ ദിവസത്തിലോട്ട് ചിന്തിക്കുകയേ ചെയ്യരുത്. ഒരു ദിവസത്തെ യൂസിന് ഇത് പെർഫെക്റ്റ് ആണ്, അടിപൊളിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഹെവി ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. എന്നെ സംബന്ധിച്ചിടത്തോളം സ്ക്രീൻ ഓൺ ടൈം ഏകദേശം ഒരു 7 മണിക്കൂറിൽ താഴെ, 6.5-7 മണിക്കൂറോളം എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇച്ചിരി ഹെവി ആയിട്ട് യൂസ് ചെയ്താൽ ഗെയിം കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കുറയുന്നുണ്ട്. ഇതിൽ ഞാൻ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈറ്റ് ടൈമിൽ താനേ ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. ഏകദേശം ഒരു 5 മുതൽ 6-7% വെറുതെ ഒരു 10 മണി മുതൽ രാവിലെ ഒരു 6 മണി അത്രയും ടൈം ഗ്യാപ്പിനുള്ളിൽ ഒരു വെറുതെ ഇരിക്കുന്ന ഫോണിൽ നിന്ന് ഇത്രയും ബാറ്ററി ഇറങ്ങി പോകുന്നുണ്ട്. ഈവൻ വൈഫൈ പോലും കണക്റ്റഡ് അല്ല. 4Gയിലാണ് ഞാൻ നെറ്റ്വർക്ക് ഇടുന്നത്, എന്നിട്ടും അത്യാവശ്യം ബാറ്ററി അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അത് മാത്രമാണ് ഞാൻ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. മേ ബി മോട്ടറോള അതൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ ഫിക്സ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റി, ഇതൊരു 5G ഡിവൈസ് ആണ്. അതുകൊണ്ട് തന്നെ 14-15 ബാൻഡോളം ഇതിൽ വൈഫൈയുടെ സംഭവം വരുന്നുണ്ട്. വൈഫൈ ബാൻഡുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഏരിയയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ വൈഫൈ കോളിംഗ് ആണെന്നുണ്ടെങ്കിലും കോൾ വരുമ്പോൾ കോൾ കട്ടായി പോവുക, നെറ്റ്വർക്ക് എടുക്കാത്ത പ്രശ്നം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ മെയിൻലി 4G ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കാരണം എൻ്റെ ഏരിയയിൽ ഇപ്പോഴും 5G പ്രോപ്പർ ആയിട്ടില്ല. ചില ഏരിയയിൽ മാത്രമാണ് 5G വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നെറ്റ്വർക്ക് റിസപ്ഷനിൽ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഈവൻ വൈഫൈ കോളിംഗ് ആണ്, വൈഫൈ 6ൻ്റെ സപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അത്രയും സ്പീഡ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, വീട്ടിലെ റൗട്ടർ വൈഫൈ 6ൻ്റെ സ്പീഡ് ഉള്ളതല്ല, നോർമൽ വൈഫൈ ആണ്, നോർമൽ റൗട്ടറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു 6ൻ്റെ സ്പീഡ് എങ്ങനെ ഉണ്ട് എന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. NFC-യുടെ സപ്പോർട്ടുണ്ട്, ഇൻഫ്രാറെഡിൻ്റെ സപ്പോർട്ടില്ല. സോ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റിമോട്ട് AC-യുടെയും TV-യുടെ റിമോട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ചെയ്യാനായിട്ട് സാധിക്കില്ല. കണക്ടിവിറ്റിയുടെ സൈഡിലൊന്നും യാതൊരു നെഗറ്റീവും പറയാനായിട്ടില്ല കേട്ടോ. അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ഒരു ഇഷ്യൂവും ഞാനിതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഇനി ഈ ഒരു ഫോൺ എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 22,000 രൂപയ്ക്ക് താഴെ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, ഒരു എന്താ പറയുക കിടിലൻ പെർഫോമൻസ്, കിടിലൻ ഇൻ ഹാൻഡ് ഫീൽ തരുന്ന എബവ് ആവറേജ് ബാറ്ററി, എബവ് ആവറേജ് ക്യാമറ പെർഫോമൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. സോ അതുകൊണ്ട് നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും കണ്ണും പൂട്ടിയെടുക്കാവുന്ന ഒരു ഓൾറൗണ്ടർ ഫോൺ തന്നെയാണ് ഇത്. അപ്പോൾ അതാണ് മോട്ടറോള എഡ്ജ് 40 നിയോ എന്ന് പറയുന്ന ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങൾ. ഇതിനെക്കുറിച്ച് കൂടുതൽ എൻ്റെ കയ്യിലുണ്ടാവും. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.